take you home with me. Hi, I am Saami. So we are again back with Inlet racing. In the video, we have a beautifully modified restore Yamaha. Currently, one day, experience ഇതൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുള്ളതാണ്. കാരണം വണ്ടി കാണുമ്പോൾ തന്നെ ഒരു എലീറ്റ് കിട്ടുന്ന ഫീലുണ്ട്. നല്ല രീതിക്ക് ചെയ്തിട്ടുള്ള വണ്ടികളാണ്. പെയിൻറ്റിങ് വർക്കായാലും കംപ്ലീറ്റ്ലി ആളൊരു യുണീക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ടു സ്ട്രോക്കിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് എത്തിക്കണം എന്നുള്ളൊരു എനിക്ക് ആഗ്രഹം തോന്നി. കാരണം അത്ര വൃത്തിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതും തൃശ്ശൂർ ഭാഗത്ത് തന്നെയെന്ന് പറയുമ്പോൾ അത്രയൊരു നമ്മൾ എന്തായാലും എല്ലാവരും അറിയിക്കണം എന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് തന്നെ എത്ര മണിക്ക് പോകാം. നമുക്ക് എനിക്ക് ചോദിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുക? ഫ്രം സ്റ്റാർട്ടിങ് നമ്മളിങ്ങനെ ആക്കിയത് എങ്ങനെയാണെന്നുള്ളത്. ഈ വണ്ടി ആർഎക്ജാണ് നോർമലി 97-6 മോഡലാണ് വണ്ടി വരുന്നത്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട്. അത് രണ്ടും പക്ക വർക്കിംഗ് ആണ്. അത് NSൻ്റെ ഡിസ്ക് പ്ലേറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹെഡ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ക്രക്സിൻ്റെ മോഡലാണ്. അത് ഡൂം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇത്ര വീതിയിൽ റെഡിമെയ്ഡിൽ കിട്ടാനില്ല. അപ്പം നമ്മുടെ ആവശ്യം പ്രകാരം അത് ഉണ്ടാക്കിയെടുത്താണ്. സ്റ്റമ്മിൻ്റെ ഗാർഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ച് വേറെ വണ്ടി ചെയ്തപ്പോൾ വണ്ണം തോന്നാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് ഡിഫറെന്റ് വരാൻ വേണ്ടിയിട്ട് സ്റ്റം ഗാർഡ് ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ ഈ ഡിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാണ്, ഈ രണ്ട് ഡിസ്ക് ചെയ്യാണ്. അപ്പൊ ഈ ഇത്രയും ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വണ്ടി, അപ്പൊ നമുക്ക് ഈ ബ്രേക്കിംഗിൽ അത് എന്ത് മാറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ രണ്ട് ഡിസ്ക് അടിപൊളി ബ്രേക്കിംഗ് ആണ്. കിടിലൻ ബ്രേക്ക്. പിന്നെ ഞാൻ മുന്നേ ഞാൻ ആദ്യം ചെയ്യണം ഡബിൾ ഡിസ്ക്. മുന്നേ ഞാൻ ചെയ്ത് കേട്ടുള്ള പറഞ്ഞുള്ളൂ, ഡബിൾ ഡിസ്ക് ആക്കുമ്പോൾ വണ്ടി ഭയങ്കര കുടച്ചിലാന്നാണ്. അതായത് ഡബിൾ കാലിബറിലാണ് എല്ലാവരും ചെയ്യുക ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ആൾക്കാർ ചെയ്തത്. അപ്പോൾ അതിലൊക്കെ ഡബിൾ കാലിബർ, അതായത് ഡബിൾ പിസ്റ്റൺ പറഞ്ഞ കാലിബറിൽ റൈറ്റ് ലെഫ്റ്റും. ഇപ്പം അപ്പാച്ചിയുടെ വരുന്നുണ്ട്, ഈ ബുള്ളറ്റിനൊക്കെ വരുന്നില്ല റൈറ്റ് ലെഫ്റ്റും. ആകെ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു വണ്ടി കുടച്ചിൽ വരാം ഒരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് സ്കൂട്ടർ ടൈപ്പ് കാലിബറുണ്ട്, കുഞ്ഞ് സ്കൂട്ടറിൻ്റെ കാലിബറുണ്ട്. അതിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സിംഗിൾ പിസ്റ്റനിൽ കറക്റ്റ് വർക്കിംഗ് ആക്കി എടുക്കാറില്ല. പിന്നെ അത് നമ്മൾ ചെയ്തിട്ടുള്ള ഞാൻ ഈ പൈപ്പ് എന്ന് പറയുന്നത് 220 പൈപ്പാണ്. അത് വന്നിട്ട് പിന്നെ ജംഗ്ഷൻ വരും. ആ ജംഗ്ഷൻ T ജംഗ്ഷൻ, അതിൽ നിന്ന് നമ്മൾ രണ്ടും അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് കറക്റ്റ് ആക്കി എടുത്തേക്കാം. അത് ആ സാധനം വരുന്നത് മേടിക്കാൻ കിട്ടാൻ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇറ്റാച്ചിക്കില്ലേ, അതിന് കണ്ടമാനം ഹൈഡ്രോളിക്കിൻ്റെ സാധനം വരുന്നുണ്ട്. അതിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടും. ഞാൻ അവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചെടുത്തത്. അത് ഞാൻ ഫസ്റ്റ് ടൈം. നമ്മളെപ്പോഴും സിംഗിൾ ഇതുമേലെ ചെയ്യാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതുമേ ചെയ്യണം. അപ്പോൾ അത് സക്സസ് ആക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്തു. നമ്മളിത് മുന്നേ ചെയ്യാത്ത കാരണം നമുക്ക് അങ്ങനത്തെ വണ്ടികൾ കുറവല്ലേ. നോർമലി വണ്ടിക്ക് ഇപ്പോൾ എല്ലായിടത്തും ബാക്കും ബ്രേക്കും ഡിസ്ക് ഉണ്ട്. പക്ഷേ എക്സ്ട്രാ ഒരു ഡിസ്ക് ആയിട്ട് വണ്ടിയൊന്നും ഇല്ല. ഇപ്പോഴോ കോമ്പി ബ്രേക്ക് വന്നു, എന്നാലും അത് രണ്ട് സ്ഥലത്താണ്. ഫ്രണ്ടിൽ തന്നെ രണ്ടെണ്ണമായിട്ട് വന്നിട്ടില്ല. അപ്പം അങ്ങനെ. പിന്നെ എൻ്റെ ഫുഡ് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്താണ്. മോട്ടോർ റോസിനൊക്കെ വരുന്ന മോഡലിൽ ഏകദേശം ഉണ്ടാക്കിയെടുത്താണ് ഉണ്ടാക്കിയത്. അതുപോലെ ബാക്കിലെ ഫുഡ് ട്രസ്റ്റ് എഫ്സെഡിൻ്റെ ആണ്. അത് പിന്നെ അതിൻ്റെ ക്ലാമ്പ് ചെയ്യാൻ കാരണം വെച്ചാൽ ആ സസ്പെൻഷൻ നമ്മൾ അതുപോലെ തന്നെ കിങ്ങിൻ്റെ സസ്പെൻഷൻ ഉണ്ട്, അതിൻ്റെ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് വിക്ടറുള്ള സസ്പെൻഷനിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. മേടിച്ചല്ല അത് ഉണ്ടാക്കിയെടുത്ത ആ മോഡല്. ഒന്ന് ഷോർട്ടേജ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഷോക്കപ്പിന് കുറച്ചുകൂടി വർക്കിംഗ് ബെറ്റർ ഇതാ. ഈ ഗ്യാസ് ഇങ്ങനത്തെ ഒരു ഇല്ല, മറ്റേ വർക്കിംഗ് അല്ല, ആ ചെരിവിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഗ്യാസ് ഷോക്ക് എപ്പോഴും വർക്കിംഗ് MAക്ക് കുറവാണ്. അപ്പോൾ ഈ ഒരു സസ്പെൻഡ് ആക്കിയപ്പോൾ നല്ല വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കിലെ വീല് 16 ആക്കിയിട്ടുണ്ട്. ടയർ രണ്ടും ഫ്രഷാണ്, മോട്ടോടി. പിന്നെ ബാക്ക് ഡിസ്ക് അത് NSൽ തന്നെ, സ്റ്റോക്ക് ഹബില് നമ്മളെ മോൾഡ് ചെയ്ത് ഉണ്ടാക്കിക്കുക. അതിപ്പോൾ നമ്മൾ എല്ലാം റെഡിമെയ്ഡ് കിട്ടണല്ലോ, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കുക ചെയ്യണം. മീറ്റർ പറഞ്ഞാൽ RXന്റെ മീറ്ററാണ്. അത് RPM മീറ്റർ വർക്കിംഗ് ആണ്. കറക്റ്റ് എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, അത് കവർ മേടിച്ചിട്ട് നമ്മൾ ലെയ്ത്തേക്ക് കൊടുത്ത് കറക്റ്റ് ചെയ്യും. അത് അതിൻ്റെ സീലൊക്കെ കറക്റ്റ് ഇട്ട് കറക്റ്റ് ചെയ്യും. ഇനി മിറർ വരുന്നത്
ശരിക്കും ഇത് ഫോറസ്റ്റിന്റെ മിററാണ്. എല്ലാരും ഇപ്പൊ RX എന്ന് പറയണേ. പൊതുവെ എല്ലാരും RX മിറർ പറയണേ. RX മിററാണത്. പഴയ KB100 എന്നൊക്കെ ആ ടൈപ്പാണ് ശരിക്കും മിറർ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം ഇതിന് RX എന്നായി പേര്. പിന്നെ ഡൊമിനോയുടെ ത്രോട്ട്, ഹസാർഡ് ഉണ്ട്, പിന്നെ ഫോഗ് ലാമ്പ് നോർമലി. ഇപ്പം നോർമൽ ലൈറ്റ് തന്നെയാണ്. വേറെ സാധാ ഹെഡ് ലൈറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത് H4 ബീമാ, ഈ അംബാസഡറിന്. അപ്പം അതിന് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ഒരു ചേഞ്ച് ചെയ്യാൻ വേണ്ടി. വണ്ടി ഇതായ കാരണം ഒരു കളറിനൊരു ഇത് വരാൻ വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് അതിലൊരു ഡീറ്റെയിലിംഗ് ഇഷ്ടപ്പെട്ടു. ഇൻലെറ്റ് റേസിംഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ അത് സ്റ്റിക്കർ ആണല്ലോ. ഇല്ല, സ്റ്റിക്കർ തന്നെയാണ്. അത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണോടത്ത് ഒട്ടിച്ചെന്താ നമ്മൾ ഇത്രയും ചെയ്യുന്നല്ലേ, അപ്പൊ ഒരു ഇത് കൊടുക്കട്ടെ അങ്ങനെ ചെയ്താ. നല്ലൊരു ഡീറ്റെയിലിംഗ് ചെറിയൊരു സ്ഥലത്തായാലും ചേംബറിലും കണ്ടു തന്നെ. ചേംബറിൽ നമ്മളിപ്പോ ചെയ്യുമ്പോ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾക്ക് നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിട്ട് മുന്നേ ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങി. കാരണം ചെയ്യാണ്ട് കാര്യമില്ല. അപ്പൊ നമ്മള് നമ്മള് ഇപ്പോഴാണ് ചെയ്തു തുടങ്ങിയ. മുന്നേ ചെയ്യുമ്പോൾ ചെയ്യാറില്ല. ഇപ്പൊ എന്റെ കാലം ചെയ്യുന്നുണ്ട് നമ്മള്. പോർട്ട് ചെയ്തിട്ടുണ്ട്. സെമി പോർട്ട് ചെയ്തിട്ടുണ്ട്. സെമി പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ വണ്ടി ഇത് കറണ്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് ചെയ്തിട്ടുണ്ട്. പെയിന്റിങ് ഇത് കാൻഡിയാണ് കളറ്. കാൻഡി ബ്ലൂ എന്ന് പറയും. അതായത് ഈ ബ്ലൂ കറക്റ്റ് വെയിലത്തെ ഒന്നുകൂടി വ്യത്യാസം കാണാം. ഇപ്പൊ ജസ്റ്റ് പൊടിയായിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ സീറ്റ് ഇത് 100ന്റെ സീറ്റാ. ഇത് 100ന്റെ ഫോമിൽ നമ്മൾ ലൈറ്റ് ആയിട്ടാ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളൂ, ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്. മറ്റേ ഞാൻ ഒരു പൊടിക്ക് കൂടിയും താന്നിട്ട് വരാം ബാക്ക്. പക്ഷെ ഇത് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു വണ്ടിയുടെ ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയെടുത്തത്. അങ്ങനെയാണ് ഈ വണ്ടി. ഈ വണ്ടി ഇപ്പൊ ടോട്ടലി നമുക്ക് ഇങ്ങനെ ചെയ്ത് വരാനായിട്ട് എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ടാവും? ഇപ്പൊ ക്ലച്ച് ചെയ്തു പറഞ്ഞു, പിന്നെ പെയിന്റിങ് എല്ലാം കൂടി വന്നിട്ട് എന്ത് കോസ്റ്റ്? ഇതിപ്പോ നമുക്ക് ക്ലച്ച് ഓർ മാൻഡ് ഓർ അതിന് തന്നെ അറിയാം നല്ല പൈസ വരും. കിട്ടാത്ത സാധനം ഭയങ്കര പൈസയാ. സ്പെഷ്യലി ഫ്രണ്ട് ഡിസ്ക് ചെയ്യാൻ നമുക്ക് ഏകദേശം എക്സ്പെൻസ് വരുന്നത് 25 രൂപ വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഡിസ്ക് മാത്രം ചെയ്യാം. ബാക്ക് ഒരു 13,500 വരുന്നുണ്ട്. അതിന് നമുക്ക് ലേറ്റിത്തെ പണി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ പെയിന്റിങ് ഇതിനൊരു 14 രൂപ കഷ്ടായിട്ടുണ്ട് ഈ പെയിന്റിങ്. നമുക്കത് എല്ലാവർക്കും അത് ഈസി ആയിട്ട് അയക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് കുറെ ഫിറ്റിങ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പഞ്ചറായിട്ട് അയക്കാനോ അങ്ങനൊന്നും ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഇപ്പം നോർമലി വണ്ടി വരുന്ന പോലെ എല്ലാവർക്കും അയച്ചിടാൻ പറ്റുന്ന പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഇതൊന്നും അയച്ചു നോക്കിയാൽ ഈസി ആണെന്ന് അറിയാം. അല്ലെങ്കിൽ അയച്ചു കഴിഞ്ഞാൽ ആ വാശം ഈ വാശം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാം ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം നമ്മളെല്ലാം കളർ ചെയ്ത് സിങ്ക് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് ക്രോമിയം ചെയ്ത് എടുക്കുക ചെയ്ത്. അപ്പോൾ അതിന് വേറെ കളറൊന്നും പോകാത്ത രീതിയിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഈ വണ്ടി ചെയ്തിട്ടില്ല. പുതിയ ബുഷ് കിറ്റ്, നെറ്റ് ബോൾട്ട്, കേബിളുകള് ഏറെക്കുറെ എല്ലാം പുതിയതാണ്. പിന്നെ ചില സാധനങ്ങൾ ഇങ്ങനെ പഴയത് കംപ്ലൈന്റ് ഇല്ലാത്ത ഈ ഉള്ളിലെ മാഗ്നറ്റിക് ഓയില് അങ്ങനെയൊന്നും ചിലപ്പോൾ മാറുന്നില്ല. ഇത് എഞ്ചിൻ പണിതിട്ടില്ല. എഞ്ചിൻ വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല നോർമലി. അപ്പൊ കവർ മാത്രമേ ആക്കിയിട്ടുള്ളൂ, 5 സ്പീഡ് ആക്കിയിട്ടില്ല. ഇത് ശരിക്കും 5 സ്പീഡിന്റെ കവറാണ്. 5 സ്പീഡ് ആക്കിയിട്ടില്ല, 5 സ്പീഡ് ആക്കാമെന്ന്. അപ്പൊ പിന്നെ ബഡ്ജറ്റിന്റെ ഇഷ്യൂ എല്ലാം വന്നപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തതാ. ജിയുടെ സിലിണ്ടറിൽ തന്നെ നമ്മളത് പോട്ട് ചെയ്തെടുത്തേക്കാം. ഇപ്പൊ സെമി RX സിലിണ്ടർ പൊതുവെ കുത്തൽ കൂടുതലാണ്. അപ്പൊ അതിനെ വിട്ടിട്ട് ക്ലച്ചും കൂടി മാറിയിട്ടുള്ള കാരണം ഒന്ന് പോട്ട് ചെയ്തിട്ടുണ്ട്. സെമി പോട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ല വേറെ വണ്ടി വെച്ചാൽ അതിപ്പോ കസ്റ്റമേഴ്സ് പറയാനനുസരിച്ച് ചെയ്യുന്നതാണ്. നമുക്കിപ്പോ ഇന്ന വണ്ടി ഇല്ല. പിന്നെ ഹസാർഡ് ഇപ്പൊ ഒരു ട്രെൻഡായി മാറിയേക്കും. എല്ലാരും വെക്കാൻ പറയണു, എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരു ഇതായിട്ട് പറയണനുസരിച്ച് ചെയ്യണം. പിന്നെ ഇപ്പൊ ഇതില് അതൊന്ന് കളർ അടിച്ചിട്ടുണ്ട്. ആ ശരിക്കും ബ്ലാക്കാ വരാം ഹാൻഡിൽ കവർ. അതൊരു ഈ കളറിനോട് ബന്ധപ്പെട്ട രീതിയിൽ അടിക്കാൻ വേണ്ടി അടിച്ചു. ഏകദേശം ബില്ല് നോക്കിയിട്ടല്ലോ, എന്നാലും ഏകദേശം നോക്കിയപ്പോൾ 1,35 അടുത്ത് ചെലവ് വന്നിട്ടുണ്ട്. അത് ഈ പണി ആൾക്കാർക്ക് അറിയാം എന്താണ് വരാൻ കാരണം. ഒന്ന് ഡിസ്ക് ബ്രേക്കിന് ചെലവ് ഒരു 25 രൂപ ചെലവ് വന്നിട്ടുണ്ട്. ബാക്കിലും ഏകദേശം ഒരു 13,500 ചെലവ് വന്നിട്ടുണ്ട്. അത് ലേറ്റിലത്തെ പണിയും എല്ലാം കൂടിയിട്ട്. പിന്നെ സ്പെഷ്യലി പെയിന്റിങ്, ക്ലച്ച് ഓർ മാഗ്നറ്റ് ഡോർ, മീറ്ററോള്
ഏറെക്കുറെ സാധനങ്ങളൊക്കെ പുതിയതാണ്. 1-2 സാധനങ്ങൾ മാത്രമാണ് ഇതിൽ പഴയത് വെച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ച് പണിനെ വണ്ടിക്ക് അറിയാം. പിന്നെ യമഹ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നോർമലി വണ്ടി പണിയാണെങ്കിൽ വരും 10-45 രൂപ വരുന്നുണ്ട്. അതിനെ കൂടി അഡീഷണൽ വർക്ക് കൂടി ചെയ്യുമ്പോൾ ഈ റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ ലേബറും പണിക്കാശും നമ്മളിപ്പോൾ ഇങ്ങനത്തെ വർക്ക് ആകുമ്പോൾ നമ്മൾ നോർമൽ ലേബറിന് വിട്ട് കുറച്ച് കൂടുതൽ മേടിക്കും. അതായത് നമ്മൾ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ലേബർ മാറ്റി മേടിക്കാറുണ്ട്. നോർമൽ വണ്ടി പണിയുമ്പോഴും ഈ വണ്ടി പണിയുമ്പോഴും അതിൻ്റെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. പിന്നെ കസ്റ്റമർ കാര്യം ഫസ്റ്റ് ടൈം നമ്മൾ പറയും കേട്ടോ. ഫസ്റ്റ് ടൈം തന്നെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കാര്യം ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞൊരു പ്രശ്നം വരാൻ പാടില്ല. അപ്പോൾ ഇത് ഇനി എല്ലാ സാധനങ്ങളും ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാശ് കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ട ഒരു, അത് ഈ എമ്മയുടെ പാർട്സ് കിട്ടാനൊരു ബുദ്ധിമുട്ടുള്ള കാരണം തന്നെ അതിൻ്റെ ചില സാധനങ്ങൾ ബ്ലാക്കിലാണ് മേടിക്കുക. ബ്ലാക്കിൽ മേടിക്കുമ്പോൾ ഇപ്പോൾ ഈ ക്ലച്ച് മാൻറ്റോർ എന്നാണ്. അപ്പോൾ ഈ ക്ലച്ച് മാൻറ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് കിട്ടിയിരുന്നത് ഒരു 400-500 ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടി കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പം അത് വരാത്ത കാരണം രണ്ടും കൂടിയിട്ട് നമുക്കൊരു 10 രൂപ ചിലവ് വന്നിട്ടുണ്ട്. കൂടുതൽ വരണം. അപ്പോൾ ചില സാധനങ്ങളുടെ പ്രശ്നങ്ങൾ അതാണ്. എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാരണം അതെല്ലാം കാരണം റേറ്റുകൾ വന്നിട്ടുണ്ട്. ഇത്രയും പൈസ വരാനുള്ള കാരണം അതാ കാരണം. ഇത് കുറച്ച് ദിവസമായിട്ട് ഈ വണ്ടിയുമായിരുന്നു, ഈ വണ്ടിയുടെ പണിയുടെ തിരക്കിലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തന്നെയായിരിക്കണം. അത്യാവശ്യം ഞാൻ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞിട്ട് ഇതിൽ ഡീറ്റെയിൽസ് ഞാൻ ഫുൾ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആളെ കോൺടാക്ട് ചെയ്യാൻ കാര്യങ്ങൾ, സ്ഥലവും കാര്യങ്ങളൊക്കെ മാപ്പ് എല്ലാം ഇടാം. ഞാൻ ശരിക്കും ഇവിടെ ഒരു 3 വണ്ടികളോട് ചെയ്യാറുണ്ട്. ഞാൻ എനിക്കൊരു വീഡിയോയിൽ ചെയ്യായിരുന്നു. നിങ്ങൾക്ക് പക്ഷേ ആ വണ്ടികളുടെ എന്താ പറയുക, നിങ്ങൾക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഇതിൽ കാണാണ്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യണത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വെച്ചാൽ അത് എല്ലാവർക്കും ഒരു സപ്പോർട്ടും കൂടിയാണ്. ഇപ്പോൾ എമ്മ ചെയ്യണവർക്ക് ചെയ്യാം, തൃശ്ശൂരിലവർക്ക് നമുക്ക് വരാം, അല്ലെങ്കിൽ എവിടെ നിന്ന് അതിൽ ആൾ വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.